ദൈവാലയത്തിൻ്റെ നിർമ്മാണത്തിനു വേണ്ടി സെയിൻറ്റ് ലോറൻസ് നദിയുടെ കുറുകെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലിലൂടെ നിർമ്മിക്കപ്പെട്ട ഒരു പാലം. 2, ദൈവാലയത്തിൽ സ്ഥാപിക്കാൻ കൊണ്ടുവന്ന പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം. ഏതാണ്ട് 10 മിനിറ്റോളം കണ്ണ് തുറന്ന് തിരുസ്വരൂപത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്നവരെ നോക്കുകയും ദൈവാലയത്തിലുണ്ടായിരുന്ന തൻ്റെ പുത്രൻ്റെ ക്രൂശിത രൂപത്തെയും നോക്കുകയും അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ കണ്ണുകൾ സാധാരണ പോലെ പാതി അടഞ്ഞ രൂപത്തിൽ താഴേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഈ ദൈവാലയ നിർമ്മാണത്തിനുള്ള സാധന സാമഗ്രികളൊക്കെ ഈ സെയിൻറ്റ് ലോറൻസ് നദിയുടെ മറുകരയാണ്. അപ്പോൾ ഇവിടേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു കാര്യം, ശക്തമായ ഒഴുക്കുള്ള ഒരു നദി കൂടെയാണ്. അതുകൊണ്ട് അവർ മഞ്ഞുകാലത്തിന് വേണ്ടി കാത്തിരുന്നു. അപ്പോൾ ഈ മഞ്ഞ് മൂടിക്കഴിയുമ്പോൾ ഇത് നടന്നു പോകാവുന്ന രീതിയിൽ കട്ടിയുള്ള മഞ്ഞുകട്ടകളായിട്ട് ഈ വെള്ളം രൂപാന്തരപ്പെടും. അപ്പോൾ ആ വർഷത്തെ മഞ്ഞുകാലത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. പക്ഷെ പ്രകൃതി ചതിച്ചു. ആ വർഷം മഞ്ഞ് അത്ര ശക്തമല്ലായിരുന്നു. അതുകൊണ്ട് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരുന്നു. ഇവർക്കെല്ലാം സങ്കടമായി. പക്ഷേ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ്യം യാചിച്ച് പ്രാർത്ഥിച്ചു. ഇതാ അവർ വലിയൊരു അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കാൻ. മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകി വരുന്ന വെള്ളത്തോടൊപ്പം വലിയ വലിയ മഞ്ഞ് കട്ടകൾ ഒഴുകി വരികയും അങ്ങനെ ഈ ദൈവാലയ നിർമ്മാണത്തിൻ്റെ മുന്നിൽ വന്ന് ഈ കട്ടകൾ ഇങ്ങനെ അടിഞ്ഞുകൂടുകയും അങ്ങനെ ഈ ദൈവാലയത്തിൻ്റെ മുൻഭാഗം മുതൽ മറുകര വരെ സുന്ദരമായി മഞ്ഞുകല്ലുകൾ കൊണ്ട് അടക്കി ഒരു പാലം നിർമ്മിക്കപ്പെടുകയുണ്ടായി. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ അത്ഭുതകരമായ പാലം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ശരിക്കും ദൈവത്തിൻ്റെ അത്ഭുതകരമായ പാലം എന്ന് വിശേഷിപ്പിക്കാവുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ അത് വേറെ ആരെയുമല്ല, പരിശുദ്ധ കന്യകാമറിയത്തെ. സ്വർഗത്തിലായിരുന്ന വചനത്തെ മാംസമാക്കി ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ദൈവം ചാരിവെച്ച ഒരു കോവണി, അത് പരിശുദ്ധ അമ്മയാണ്. ജീവിതത്തിൽ കടക്കിണിയുടെ, മരണത്തിൻ്റെ, രോഗത്തിൻ്റെ അങ്ങനെ അറ്റപ്പെടലുകളിൽ ഇതാ ഒരു താങ്ങായി അമ്മ കൂടെ ഉണ്ട് എന്നതാണ്. 10 മിനിറ്റോളം ഈ അമ്മയുടെ തിരുസ്വരൂപം കണ്ണു തുറന്ന് അവിടെയുള്ളവരെ നോക്കി അവർക്ക് നൽകുന്ന ഒരു സന്ദേശവും അത് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഞാൻ ഇടപെടും. അത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമായിരിക്കും. പ്രിയമുള്ളവരെ, മഞ്ഞുകാലം അതിൻ്റെ പൂർണ്ണതയിൽ എത്താതിരുന്നിട്ടും മഞ്ഞുകൊണ്ട് ഒരു പാലം തീർക്കാൻ ദൈവത്തിനാകുമെങ്കിൽ ജീവിതത്തിൽ അവിടെയും ഇവിടെയും എത്താത്ത അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ അമ്മ ഒരു പാലമായി ഇതിനിടയിൽ വന്ന് നിൽക്കുമെന്നതാണ് ഈ സുന്ദരമായ തീർത്ഥാടന കേന്ദ്രം നമുക്ക് നൽകുന്ന സുന്ദരമായൊരു സന്ദേശം.